നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹ്ലിസ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ജോയിൻറ്റ് പെയിനെ കുറിച്ചാണ്. തോൾവേദന. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും തോൾവേദന ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഷോൾഡർ ജോയിൻറ്റ് വളരെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു ജോയിൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഷോൾഡർ ജോയിൻറ്റിന് ഉണ്ടാകുന്ന ഇഞ്ചുറികൾ, പരിക്കുകളും വേദനയും വളരെ കോമൺ ആണ്. നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചിട്ടാണ് ഈ ഷോൾഡർ ജോയിൻറ്റ് പെയിൻ വരാനുള്ള കാരണങ്ങളുള്ളത്. ആദ്യമായി നമുക്ക് എന്താണ് ഈ ഷോൾഡർ ജോയിൻറ്റ് എന്ന് ഒന്ന് മനസ്സിലാക്കാം. ഷോൾഡർ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബോൾ എന്നുള്ളത് നമ്മുടെ തോളിൻ്റെ എല്ലായ ഹ്യൂമറൽ ഹെഡാണ് ബോളായിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഈ സോക്കറ്റ് എന്നുള്ളത് നമ്മുടെ തോൾ പലക അല്ലെങ്കിൽ സ്കാപ്പുല എന്ന ബോൺ ഉണ്ട്, അതിൻ്റെ ലീനോയിഡ് ക്യാവിറ്റിയാണ് ഇതിൻ്റെ സോക്കറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ജോയിന്റിന് മെയിൻ സ്റ്റെബിലിറ്റി നൽകുന്നത് ഈ ജോയിന്റിന് ചുറ്റുമുള്ള മസിൽസും അതേപോലെ ലിഗമെന്റ്സും ആണ്. അടുത്തതായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഷോൾഡർ വേദന വരുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഷോൾഡർ വേദന വരാൻ ഒന്നുകിൽ ഷോൾഡർ ജോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സിന്റെ കാരണം കൊണ്ട് ഷോൾഡർ ജോയിന്റ് പെയിൻ വരാം, അല്ലെങ്കിൽ റെഫേർഡ് ആയിട്ട് നമുക്ക് ഷോൾഡർ ജോയിന്റ് പെയിനുകൾ വരാം. അപ്പം റെഫേർഡ് പെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവെ കഴുത്ത് വേദന ഉള്ള ആളുകൾക്ക്, കഴുത്തിലെ ഡിസ്ക് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് വേദന കയ്യിലോട്ട് ഇറങ്ങി വരാറുണ്ട്. ബിക്കോസ് കഴുത്തിലെ ഞരമ്പുകളിലൂടെയാണ് കയ്യിനുള്ള ഞരമ്പുകൾക്കുള്ള സപ്ലൈ വരുന്നത്. അപ്പം അതൊരു നെക്ക് പെയിൻ റെഫർ ടു ഷോൾഡർ പെയിൻ വരാം. അതേപോലെ തന്നെ മറ്റുള്ള ശരീരത്തിലെ അവയവങ്ങളുടെ കാരണം കൊണ്ട് നമുക്കറിയാം, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിൻ്റെ പെയിന് ഇടത്തെ ഷോൾഡറിലേക്കാണ് റെഫർ ചെയ്യാറ്. അതേപോലെ നമ്മളുടെ കോളിസിസ്റ്റൈറ്റിസ് അതിന് വലത്തെ ഷോൾഡർക്ക് റെഫേർഡ് പെയിൻ ആയിട്ടും വരാറുണ്ട്. ഇനി നമ്മൾക്ക് ഷോൾഡർ ജോയിന്റ് കാരണമുള്ള വേദനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായി നമുക്ക് പറയേണ്ടത് നമുക്ക് എല്ലുകൾക്ക് വരുന്ന പ്രോബ്ലംസ് ആണ്. ചിലപ്പോൾ നമ്മളൊരു ചെറിയ വീഴ്ച കാരണമോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാരണമോ ഷോൾഡർ വേദന വരാറുണ്ട്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് ഏറ്റവും വീഴ്ചയിൽ വരാറുള്ളത് ഫ്രാക്ചേഴ്സ്, എല്ലുകൾക്കുള്ള ക്ഷതം. അടുത്തതായി നമുക്ക് വരാറുള്ളത് ലിഗമെന്റ് ടേഴ്സ്, മസിലുകൾക്കുള്ള ടേഴ്സ്. ഇതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷോൾഡർ ജോയിന്റ് ആർത്രൈറ്റിസ് ഒരു കോമൺ ആയിട്ടുള്ള ഷോൾഡർ ജോയിന്റ് പെയിൻ്റെ കാരണമാണ്. ഒന്നെങ്കിൽ നമുക്ക് തേയ്മാനം കൊണ്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആവാം, അല്ലെങ്കിൽ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ട് വലിയ ജോയിന്റുകളിൽ നീരും വേദനയും വരാം. അടുത്തതായി നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളിലും അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് ഒന്നുകിൽ ഈ ഇൻസ്റ്റബിലിറ്റി, ചിലപ്പം ഷോൾഡർ ജോയിന്റിന്റെ കുഴ തെറ്റിപ്പോകുന്നത്, ഡിസ്ലൊക്കേഷൻ ഒക്കെ പറയാറുണ്ട്. അങ്ങനത്തെ കാരണം കൊണ്ട് വേദന വരാറുണ്ട്. പിന്നെ ചെറുപ്രായക്കാരിൽ പൊതുവെ സ്പോർട്സ് ഇഞ്ചുറീസിൽ, അതേപോലെ തന്നെ ഷോൾഡറിന് പുറത്തുള്ള മസിലുകളിലുള്ള നീരിറക്കം കാണാറുണ്ട്. അത് നമ്മൾ മയോഫേഷ്യേറ്റിസ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ തുടർച്ചയിൽ ചെയ്യുന്ന ജോലികൾ കാരണം ഷോൾഡറിന്റെ ചുറ്റുള്ള മസിലിന് നീരിറങ്ങാറുണ്ട്. അടുത്തതായി നമുക്ക് രണ്ട് കോമൺ കണ്ടീഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് മെഡിക്കൽ ടേംസിൽ പറയുന്നത് എഡസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ എന്നാണ്. ഇതിൽ നമ്മൾ കാണാറെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ജോയിന്റുകൾക്കും ഒരു ആവരണം ഉണ്ട്, അത് ക്യാപ്സ്യൂൾ എന്നാണ് അതിന് പറയുന്നത്. ഫ്രോസൺ ഷോൾഡറിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആവരണം, ഈ ക്യാപ്സ്യൂള് തിക്കായി പോവാനുള്ളത്. അത് കട്ടി കൂടുമ്പോൾ അത് ചുരുങ്ങി പോകാനും സാധ്യതയുണ്ട്. പൊതുവെ സ്ത്രീകളിലാണ് ഫ്രോസൺ ഷോൾഡർ കോമൺ ആയി കാണുന്നത്. അതും ഒരു 40 വയസ്സിന് ശേഷമുള്ള ആളുകളിലാണ്. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഫ്രോസൺ ഷോൾഡർ വരാം, ഇഡിയോപ്പതിക് റീസൺസ്. പിന്നെ പൊതുവെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, തൈറോയിഡ് അസുഖങ്ങളുള്ള, ചിലപ്പോൾ തൈറോയിഡ് കുറവോ അല്ലെങ്കിൽ കൂടുതലോ കാരണങ്ങൾ അസുഖമുള്ള ആളുകൾക്ക് ഉണ്ടാവാം. പിന്നെ ഫ്രോസൺ ഷോൾഡർ സെക്കൻഡറി ടു അതർ കണ്ടീഷൻസ് വരാം. പക്ഷാഘാതം വന്ന ആളുകളിൽ കൈകൾ ബലക്കുറവ് കാരണം കൈ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തും ക്യാപ്സ്യൂൾ ടൈറ്റ് ആവാറുണ്ട്. അതേപോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറി, പൊതുവെ ക്വാഡ്രിപ്ലീജിയ, 4 കൈയും കാലും തളർന്നു പോയ ആളുകളിൽ പൊതുവെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഫ്രോസൺ ഷോൾഡർ നമ്മൾ കണ്ടുപിടിക്കാം? ശരിയായ രീതിയിലുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഈ ഡോക്ടറെ ചോദിക്കേണ്ട കാര്യങ്ങൾ, ഹിസ്റ്ററിയും
നമ്മൾ ചെയ്യുന്ന ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെയാണ് ഈ ഫ്രോസൺ ഷോൾഡർ നമ്മൾ കണ്ടുപിടിക്കാറ്. എന്നതിന് ശേഷം നമുക്ക് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ്, എക്സ്റേ എടുക്കുകയാണെങ്കിൽ അധികവും ഈ ജോയിന്റിന്റെ എക്സ്റേ നോർമൽ ആയിട്ടാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ സ്കാനുകൾ ആവശ്യമുണ്ടെങ്കിൽ എടുപ്പിക്കുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രോസൺ ഷോൾഡർ മാനേജ് ചെയ്യുക എന്നുള്ളത് അറിയണം. എത്രയും നേരത്തെ രോഗി എത്തുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേദന കുറയ്ക്കാനുള്ള വേണ്ട മെഡിക്കേഷൻസ് നൽകാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ട എക്സസൈസസും അതിന് കൂടെ ഫിസിയോതെറാപ്പിയും ചെയ്ത് ഒരു പരിധിവരെ നമുക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ചില വേദനകൾ കാരണം നമുക്ക് അവർക്ക് വേണ്ട ചില ഇഞ്ചെക്ഷൻസ്, ഇൻട്രാ ആർട്ടിക്കുലർ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് നൽകാൻ സാധിക്കും. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള ഹൈഡ്രോ ഡയലറ്റേഷൻ എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കാരണം നമുക്ക് ഈ വേദനയും കുറയ്ക്കാൻ പറ്റും, മൂവ്മെന്റ്സും കൂട്ടാൻ സാധിക്കാറുണ്ട്. വളരെ റെസിസ്റ്റന്റ് ആയ കേസസിൽ നമുക്കൊരു ഓർത്തോപെഡീഷ്യന്റെ സഹായത്തോട് കൂടിയിട്ട് വേണ്ട ആർത്രോസ്കോപ്പിക് സർജറിയോ അല്ലെങ്കിൽ അനസ്തീഷ്യ നൽകിയിട്ട് മാനുവൽ മൊബിലൈസേഷൻ അണ്ടർ അനസ്തീഷ്യ എന്ന പ്രോഗ്രാമും നമുക്ക് നൽകാൻ പറ്റും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേറ്റർ കഫ് ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ റൊട്ടേറ്റർ കഫ് മസിലുകൾ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇതിൽ മസിലുകളുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഷോൾഡർ ജോയിന്റിന്റെ സ്റ്റെബിലിറ്റി നൽകുന്ന മസിൽസ് ആണ് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ്. ഈ മസിലുകൾ എല്ലാം ടെൻഡനുകളായിട്ടാണ് നമ്മളുടെ എല്ലുകളിൽ വന്ന് ചേരുന്നത്. അപ്പം ഈ ടെൻഡൻസ് ആണ് ഈ ജോയിന്റിന് ചുറ്റുമായിട്ട് ഒരു കഫായിട്ട് മാറുന്നത്. അതിൽ ഈ 4 ഭാഗത്തായിട്ട് 4 മസിലുകളും കൂടി ഒരു കഫായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇഞ്ചുറി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്പോർട്സ് ഇഞ്ചുറിയിൽ കോമൺ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിയാണ്. അതേപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് കൈ ഉപയോഗിക്കുകയാണെങ്കിൽ, കുറച്ച് പ്രായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഡീജനറേറ്റീവ് ആയിട്ടും ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ റൊട്ടേറ്റർ കഫ് മസിലിന്റെ സ്ട്രെയിൻ ആവാം. നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാം, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഉളുക്കുകളാവാം. അടുത്തതായി ഈ മസിലുകളുടെ ടെൻഡനുകൾക്ക് വരുന്ന നീരാവാം, ടെൻഡിനൈറ്റിസ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് തന്നെ പറയാറ്. അടുത്തതായി ഈ ടെൻഡിനൈറ്റിസ് ഒന്നെങ്കിൽ ടയർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വീഴ്ചകൾ കാരണം ടയർ വരും ചെയ്യും. റൊട്ടേറ്റർ കഫ് ടയർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് പാർഷ്യൽ ടയർ ആയിരിക്കും, ചെറുതായിട്ട്, ഇപ്പോൾ ഒരു കയറ് പിരിഞ്ഞത് മുറിഞ്ഞ പോലെ തന്നെ പൂർണ്ണമായി മുറിഞ്ഞിട്ടുണ്ടാവില്ല, ചെറുതായിട്ടുള്ളൊരു പാർഷ്യൽ ടയർ ആവാം. അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ടെൻഡൻ ടയർ ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് ടയർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ റൊട്ടേറ്റർ കഫ് മസിലിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ റൊട്ടേറ്റർ കഫ് മസിലിന്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നല്ല വേദന ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് നോക്കുക ഏത് ഭാഗത്താണ്, ഷോൾഡറിന്റെ ഏത് ഭാഗത്താണ് രോഗിക്ക് വേദന ഉള്ളത് നോക്കും. കൈകൾ പൂർണ്ണമായി ഉയർത്താൻ പറ്റുമോ എന്ന് നോക്കും. അഥവാ ഇനിയിപ്പോൾ കൈ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർക്ക് പാസീവായിട്ട് കൈ കംപ്ലീറ്റ്ലി ഉയർത്താൻ പറ്റുന്നുണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിൽ അത് അധികം റൊട്ടേറ്റർ കഫ് മസിലിന്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കൺഫേം ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റേയും അൾട്രാസൗണ്ട് സ്കാനിന് ശേഷം വേണമെങ്കിൽ MRI സ്കാനും എടുപ്പിക്കാറുണ്ട്. കാരണം നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് വേദന കുറയ്ക്കുക എന്നുള്ളതാണ്. വേദന നമുക്ക് മെഡിസിൻസ് നൽകിയിട്ട് കുറയ്ക്കാനും അതേപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പി കാരണം കുറയ്ക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനടുത്തുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. നമുക്ക് പാർഷ്യൽ ടയർ ആണെങ്കിൽ ഇപ്പോൾ നൂതനമായ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പി ഉണ്ട്. ഇപ്പോൾ PRP ചികിത്സയിലൂടെ ഈ റീജനറേഷനിലൂടെ നമുക്ക് ഈ പാർഷ്യൽ ടയറുകൾ വളരെയധികം നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടും ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടും നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റിൽ പോകുന്നത് നല്ലത്. അത് നമുക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ആർത്രോസ്കോപ്പിക് റിപ്പയറുകളുണ്ട്. ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും നമ്മൾ അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം വേദന കുറയ്ക്കുക, പിന്നെ നമുക്ക് ഫങ്ഷണൽ മൂവ്മെന്റ് വരാം. അടുത്തതായിട്ട് നമുക്ക് ഈ മസിലുകൾ സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ വീണ്ടും ഈ വേദനകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ രോഗികൾക്ക് വേണ്ട ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്, ഇനി അടുത്ത വേദന വരാതിരിക്കാനും എങ്ങനെയാണ് ഈ ജോയിന്റിനെ കൂടുതൽ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ള ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ നമ്മൾ സാധാരണ നൽകാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഈ ഷോൾഡർ വേദന വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ
അല്ലെങ്കിൽ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. നന്ദി, നമസ്കാരം.